ഒന്നും മിണ്ടരുത് ട്ടോ. കഥ കഴിഞ്ഞിട്ട് ഞാൻ പോകുമ്പോ എന്റെ ചെവിയിൽ വന്ന് മെല്ലെ പറഞ്ഞാൽ മതി. ഒരിക്കൽ ജാബിറുല്ലാൻ ഒരു വെയിലൂടെ നടന്നു പോകുമ്പോ പെട്ടെന്നൊരു കാഴ്ച കണ്ടു. ആ കാഴ്ച എന്താണെന്നറിയാമോ ചങ്ങായിമാരെ? നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശപ്പ് സഹിച്ചുകൊണ്ട് അതികഠിനമായ വെയിലത്ത് പണിയെടുക്കുന്നത് കണ്ടു. ആരാ കണ്ടത്? ജാബിറുല്ലാൻ കണ്ടു. ഇത് കണ്ടപ്പോ ജാബിറുല്ലാന് ഭയങ്കര ബേജാറായി. ജാബിറുല്ലാന് പോയിട്ട് ഒരു ആടിനെയും കുറച്ച് ഗോതമ്പ് എടുത്തിട്ട് തന്റെ പെരക്കേക്ക് നടന്നു. തന്റെ ഓളായ സുഹൈലാബിയെ വിളിച്ചു. സുഹൈല, സുഹൈല, ഇവിടെ വന്നറി. ഭർത്താവിന്റെ സ്നേഹത്തോടെയുള്ള വിളി കേട്ട് സുഹൈലാബി പെരന്റെ പുറത്തേക്ക് വന്ന്. അപ്പൊ ജാബിറുല്ലാനു തന്റെ കയ്യിലുള്ള ഗോതമ്പ് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയിട്ട് വേഗം റൊട്ടി ഉണ്ടാക്കി. അങ്ങനെ സുഹൈലാബി പെരന്റെ ഉള്ളിലേക്ക് പോയിട്ട് എന്നിട്ട് ജാബിറുല്ലാൻ ഒരു കത്തിയെടുത്തിട്ട് തന്റെ കയ്യിലുള്ള ആടിനെ അറുത്തു. അപ്പോൾ ജാബിറുല്ലാനു ഓള അടുത്തു പോയി ആടിന്റെ ഇറച്ചി കൊടുത്തു. തന്റെ രണ്ട് മക്കളും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കണ്ട രണ്ട് മക്കളും കളിച്ചോണ്ടിരിക്കുമ്പോൾ ചെറിയവനോട് ഇച്ച ചോദിച്ചു, ബാപ്പ ആടിനെ അറുത്തതുപോലെ ഞാൻ നിന്നെയും അറക്കട്ടെ? എന്താണ് മരണമെന്നും എന്താണ് വേദനമെന്നും അറിയില്ലല്ലേ? ചെറിയ പിഞ്ചു കുഞ്ഞിന്റെ കഴുത്തിൽ ഇച്ച കത്തി വെച്ചിട്ട് അറക്കുകയാണ്. അങ്ങനെ ആ കുഞ്ഞിന്റെ കഴുത്തിൽ നിന്ന് ചോര ചാറിട്ടൊഴുകി. ഇത് കണ്ട് ഇച്ചാക്ക് ബേജാറായി. അവിടെ നിന്ന് ഇച്ച പാന് ആ ചോരയിൽ ചാരിട്ട് വീണ നിലത്തുണ്ടായിരുന്ന കത്തിയുടെ ചോളക്കായിരുന്നു. ഇന്നാലില്ല. അതേപോലത്തെ രണ്ട് മക്കളും ഈ ലോകത്തോട് വിട പറയുകയാണ്. ഇത് കണ്ട ഉമ്മാന്റെ മനം പൊട്ടി. കണ്ണിൽ നിന്ന് കണ്ണുനീർ ചാടിട്ടൊഴുകി. ഒരു വിധത്തിലൊക്കെ കരച്ചിൽ അടക്കി പിടിച്ചു. ഇനി എൻ്റെ ഭർത്താവ് വന്നാൽ ഞാൻ എന്ത് ചെയ്യും? വേഗം ഒരു വെള്ളത്തുണി കൊണ്ട് അവരെ പുതച്ചു. ആ വെള്ളത്തുണിയെല്ലാം ചോപ്പ് കളറായി. വിഷമം തീരുന്നേയില്ല. ദൂരത്തു നിന്നൊരു പ്രകാശം ഹബീബുന മുഹമ്മദ് മുസ്തഫാവും ഭർത്താവും വരുന്നത് കണ്ടു. അല്ലാ, ഇനി എന്ത് ചെയ്യും? സുഹൈല ബീവി ബേജാറ് ഉള്ളിലൊതുക്കി. മുത്തായി നബി തങ്ങളെ വരവേൽക്കാൻ വേണ്ടി ഭക്ഷണങ്ങൾ മേശയിൽ വെച്ചു. അവിടുന്ന് മുത്തായി നബി തങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു. എന്നിട്ട് ജാബിറുല്ലാനുവിന്റെ ഭാര്യയോട് ചോദിച്ചു, നമ്മുടെ മക്കളെവിടെ? അപ്പോഴൊക്കെ സുഹൈല ബീവി വിഷയം മാറ്റാൻ നോക്കി. അങ്ങനെ കരഞ്ഞോട് സുഹൈല ബീവി മുത്തായി നബി തങ്ങളോടും ജാബിറുല്ലാനോടും പറഞ്ഞു. ഇത് കേട്ട് ജാബിറുല്ലാനുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകി. അവിടുന്ന് മുത്തായി നബി തങ്ങൾ ആ രണ്ട് മക്കളുടെ അടുത്തേക്ക് പോയിട്ട് വിളിച്ചു, ജാബിറിന്റെ മക്കളെ എഴുന്നേൽക്കൂ. അപ്പോൾ രണ്ട് മക്കളും എഴുന്നേറ്റു. മുത്തായി നബി തങ്ങളുടെ വിളി കേട്ടാണ് ആ രണ്ട് മക്കളും എഴുന്നേറ്റത്. ഇത് കണ്ട ജാബിറുല്ലാനും സുഹൈല ബീവി ആശ്ചര്യത്തോടെ മുത്തായി നബി തങ്ങളെ നോക്കി. എന്താരും മുത്തായി നബി തങ്ങളെ പേരേൽക്കുമ്പോൾ സലാത്ത് ചെല്ലാത്തവൻ ഏറ്റവും വലിയ പിശുക്കനാണെന്ന് മുത്തായി നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചങ്ങായിമാരെ, മുത്തായി നബി തങ്ങളെ പേരേൽക്കുമ്പോൾ സലാത്ത് ചെല്ലാൻ മറക്കല്ലേ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അങ്ങനെ ജാബിറുല്ലാന് മുത്തായി നബി തങ്ങളെ വാരി പുണർന്നു. എന്നിട്ട് ആ രണ്ട് മക്കളെയും കെട്ടിപ്പിടിച്ച് ചൂട് ചുംബനങ്ങൾ നൽകി. എൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു.